ഇപ്പം പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, പലരും ഉന്നയിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ടെററിസം അല്ലെങ്കിൽ ഭീകരത, നമ്മളെ ഇസ്രായേലിനെയൊക്കെ ടെററിസ്റ്റ് കൺട്രി എന്നൊക്കെ ഇവിടെ ഓരോ വലിയ വലിയ വിദ്വാൻമാർ വാഴ്ത്തി കൊണ്ട് നടക്കുന്നതാണ്. അവരതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞ ഒരു സംഭവമാണ് ഇപ്പോൾ മിനിയാന്ന് നടന്ന ഈ ടെറർ ബ്ലാസ്റ്റ്. ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് എന്ന് നമ്മൾ അഡ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിത് ഈ കാർപ്പറ്റിന്റെ അടിയിലേക്ക് അടിച്ചു കൂട്ടാൻ കഴിയുന്ന ഒരു മാലിന്യം അല്ല ഇത്. പ്രത്യേകിച്ചും മത തീവ്രവാദം, മതഭീകരത എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ദിസ് വിൽ റിപ്പീറ്റ് അഡ് നോസിയം. അരോചകപരമായ രീതിയിൽ, ഭീതിതമായ രീതിയിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം യഥാർത്ഥ പ്രശ്നം, ദ സ്കെൽട്ടൺ ഇൻ ദ കപ്ബോർഡ് ഈസ് നെവർ അഡ്രസ്ഡ്. നമ്മൾ മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. വെദർ യു അപ്പീസ് ഓർ യു ജസ്റ്റിഫൈ or you evade or you keep silence, and whatever may be your mode of reaction, you are just keep it going. അതിനെ സക്രിയവും സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. കേരള സമൂഹത്തോടും ഇന്ത്യൻ സമൂഹത്തോടും ലോക സമൂഹത്തോടും എല്ലാം അഡ്രസ് ചെയ്യാനുള്ളത്. ഇത് ആർക്കാണ് ഇതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമുക്കല്ല, എനിക്കെന്തായാലും അല്ല. ഇത് കൊണ്ടുവരാൻ കഴിയുന്നത് എവിടെ നിന്നാണോ ഇതിൻ്റെ സ്രോതസ് എവിടെയാണ്, ആ സ്രോതസ്സിൽ നടക്കേണ്ടുന്ന പരിഷ്കരണങ്ങളാണ്, ആ സ്രോതസ്സിൽ നടക്കേണ്ടുന്ന മാറ്റങ്ങളാണ്, സിവിലൈസേഷണലായിട്ടുള്ള അപ്ഗ്രഡേഷൻസ് ആണ്. അത് നടക്കാത്തിടത്തോളം കാലം ഒരു കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേർന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറുഭാഗത്ത് നിന്നതുകൊണ്ടോ ഇത് പരിഹരിക്കപ്പെടുന്നില്ല. നിങ്ങൾ പറയണം ദിസ് ഈസ് ദ പ്രോബ്ലം. അപ്പൊ ഇവിടെ നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള തിയറികൾ ഉണ്ടല്ലോ. ടെററിസം ഹാസ് നോ റിലീജിയൻ, ഓൾ റിലീജിയൻസ് ഹാവ് ടെററിസ്റ്റ്. ഓക്കെ, സോ വാട്ട്? നമ്മൾ ഏതൊരു കാര്യവും ലോകത്ത്, നമ്മുടെ ജീവിതത്തിൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വാല്യൂ ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഡോസ്, ഡിഗ്രീസ് ആൻഡ് ഷെയ്ഡ്സ്. ഡോസ്, ഡിഗ്രീസ് ആൻഡ് ഷെയ്ഡ്സ് ആണ്. നിരക്ക് നോക്കിയാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഇപ്പൊ നാളെ കാലത്ത് ഒരു ജൈൻ റിലീജിയനിൽ നിന്ന് ഒരു ടെററിസ്റ്റ് ഉണ്ടായിരുന്നിരിക്കട്ടെ, ഫോർ വാട്ട് റീസൺ ഐ ഡോണ്ട് നോ, ബട്ട് സംഹൗ സംബഡി ഈസ് ഡൂയിങ് എ ടെററിസ്റ്റ് ആക്ട്. അപ്പൊ എന്താണ് ടെററിസം എന്ന് ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഞാൻ ഈ ഒരു ചാനലിലൂടെ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, ടെററിസം എന്ന് പറയുന്നത് യുദ്ധമല്ല. ടെററിസം എന്ന് പറയുന്നത് ടാർഗറ്റഡ് അറ്റാക്ക്. നിങ്ങൾ പോയി ഒരു ജംഗ്ഷനിൽ പോയി ഒരാളെ തട്ടുന്നു, അതല്ല ടെററിസം. അല്ല, നിങ്ങൾ ഒരാളെ തട്ടിക്കൊണ്ടു പോകുന്നു, അതുപോലും അത് തട്ടിക്കൊണ്ടു പോകുന്ന ആള് ഇൻവോൾവ് അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ റാത്തിനോ അല്ല വയലൻസിന് ഹീസ് ഇന്നസെന്റ് ആണെങ്കിൽ അതൊരു ആക്ട് ഓഫ് ടെററിസം ആണ്. അതായത് ഇന്നസെന്റ് സിവിലിയൻസിനെ ടാർഗറ്റും ചെയ്യുന്നില്ല. ഇന്നസെന്റ് സിവിലിയൻസിനെ ഫോർ നോ റീസൺ ഓഫ് ഓർ നോട്ട് റീസൺ ഓഫ്, അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കുറ്റം ഇല്ലാതെ, അവരറിയാതെ, ആരെയാണ് കൊല്ലുന്നതെന്ന് അറിയാതെ അവരെ കൊല്ലുന്നു, തട്ടിക്കൊണ്ടു പോകുന്നു, അവരെ കരുവാക്കുന്നു, മറ്റുള്ളവരെ ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ കൊല്ലുന്നു, ആരെയാണ് കൊല്ലുന്നതെന്ന് അറിയില്ല. ഇതിനെയാണ് ശരിക്കും ആക്ട് ഓഫ് ടെററിസം എന്ന് പറയുന്നത്. അല്ലാതെ യുദ്ധം, അല്ലെങ്കിൽ അങ്ങോട്ട് ആർമി പിടിക്കാനായിട്ട് ചെല്ലുന്നു, അല്ലെങ്കിൽ ബന്ദികളെ തിരിച്ചു പിടിക്കാനായിട്ട് ചെല്ലുന്നു, ഇതിനെയൊന്നും ടെററിസമായിട്ട്, അതല്ല ടെററിസം. അതാ ടെററിസം എങ്കിൽ ലോകത്ത് ഇപ്പം നടക്കുന്ന മൊത്തം ടെററിസമാണ്, ഫുൾ ടെററിസം അല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഒരാളെ കൊല്ലാനായിട്ട് ഒരു അസസിനെ വിടുകയാണ്, അയാൾ വീട്ടിൽ പോയി അയാളെ കൊല്ലുകയോ അല്ലെങ്കിൽ അയാൾ ഓഫീസിൽ പോയി കൊല്ലുകയൊക്കെ ചെയ്യാന്നിരിക്കട്ടെ, അത് ടെററിസം അല്ല, അത് നരഹത്യയാണ്, അത് മേർഡറാണ്. അപ്പൊ ടെററിസം എന്താണ് എന്ന് വ്യക്തമായി. ടെററിസം എന്തിനായിരിക്കും ഒരാൾ ഒരു ടെററിസ്റ്റ് ആക്ട് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങൾ. അത് ഫിദയൻ അറ്റാക്ക് ആണെങ്കിലും സൂയിസൈഡ് ബോംബാണെങ്കിലും എന്ത് അറ്റാക്ക് ആണെങ്കിലും, രണ്ട് കാര്യങ്ങൾ ഈ കൊല്ലുന്ന ആള് അല്ലെ കൊല്ലുന്ന ഏജൻസി അല്ലെ സംഘടന ശ്രദ്ധിക്കുന്നില്ല. ഒന്ന്, ഹി ഡസൻ കെയർ ഫോർ അതേഴ്സ് ലൈഫ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് വൺ, ഹി ഡസൻ കെയർ ഈവൻ ഫോർ ഹിസ് ഓൺ ലൈഫ്.
സ്വന്തം ഹിസ് ഓർ ഹെർ ഓൺ ലൈഫ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു ടെററിസ്റ്റിനെ മറ്റുള്ള അക്രമികളിൽ നിന്നും അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തുന്നത്. ഈ ഡിമാർക്കേഷൻ, ഈ ഡിസ്റ്റിങ്ക്യൂഷൻ മനസ്സിലായില്ല അല്ലെങ്കിൽ മനസ്സിലായില്ലാതെ അഭിനയിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഫോർ എക്സാമ്പിൾ, ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാവും, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവിടെ ടെററിസം അല്ല, അത് മനസ്സിലാക്കുക. അത് ടെററിസം അല്ല, അത് കമ്മ്യൂണൽ റൈറ്റ്സ് ആണ്. കമ്മ്യൂണൽ റൈറ്റ്സിനെ കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഇന്നലെ തന്നെ അവിടെ നടന്ന എന്താണ്? ഒരു കാറിനകത്ത് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന് വെക്കുന്നു, അത് പൊട്ടിത്തെറിക്കുന്നു, അടുത്ത കാറുകൾക്കും വരുന്നു. 13 പേര് മരിച്ചതായിട്ടാണ് അറിയുന്നത്. ഈ 13 പേര് ആരൊക്കെയാണ്? അവിടെ വന്നു പെട്ട ആള്, കാർ ഡ്രൈവർ. ഞാൻ നോക്കി അതിന്റെ ലിസ്റ്റ്, ഒരു 4-5 പേരുടെ ലിസ്റ്റ്, പേരൊക്കെ ഉണ്ട്. ഞാനത് നോക്കിയപ്പോൾ കാണാം, അതിനകത്ത് തന്നെ 2 മുസ്ലിങ്ങൾ, ഒരു 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, വേറെ ഒരു 2 ചെറുപ്പക്കാർ, വേറെ ബാക്കിയുള്ളത് നോൺ മുസ്ലിം നെയിംസ് ആണ്. ഞാൻ നെയിംസ് വെച്ചുകൊണ്ടാണ് ഈ നോക്കിയത്. ബാക്കിയുള്ള 8 പേരുടെ പേര് വിവരങ്ങളൊന്നും ബ്രൗസ് ചെയ്തിട്ടും കിട്ടുന്നില്ല. അത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കൺഫേം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ആരാണ് ആ മനുഷ്യർ? അവരവിടെ വന്നു നിന്നു, ആക്സിഡന്റലി വന്നു നിന്നു, ആരെയോ കാണിക്കാനായിട്ട്, ആരുടെയോ ശ്രദ്ധ പിടിക്കാനായിട്ട്, ആരുടെയോ ഉള്ള ദേഷ്യത്തിന് ആരെയൊക്കെയോ കൊന്നിട്ട് സ്വയം മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചാവേറാണോ എന്നുള്ളതൊന്നും ഫൈനലി കൺഫേം ചെയ്തിട്ടില്ല. വാട്ട് ഓർ മേ ബി ദിസ് എ ടെററിസ്റ്റ് ആക്ട് ബിക്കോസ് ഇതിന്റെ വിക്ടിംസ് എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് ആണ്. വിക്ടിം ഇന്നസെന്റ് ആണ്. എന്നാൽ ചോദിക്കും, വിക്ടിം ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഓക്കെ, ആസിഡ്, ഒരാളുടെ മുഖത്തേക്ക് ആസിഡ്, പ്രണയപരാജയം, ആസിഡ് ഒഴിക്കുന്നു, ഭയങ്കര ഭീകരമായ കാര്യം തന്നെയാണ്. പക്ഷെ അതിനെ നമ്മൾ ആക്ട് ഓഫ് ടെററിസം എന്ന് വിളിക്കില്ല. കാരണം ആ വിക്ടിം ഇൻവോൾവ് ആണ് എന്നുള്ള ഒരു ധാരണയുണ്ട്. പിന്നെ മാത്രമല്ല, നിങ്ങളെ വഞ്ചിച്ചു എന്ന് കരുതുന്ന ആളുടെ മേളിലാണ് ആസിഡ് ഒഴിക്കുന്നത്, അല്ലാതെ അടുത്ത് നിൽക്കുന്ന ആളുടെ അല്ല. അടുത്ത് നിൽക്കുന്ന ആളുടെ ഒഴിച്ചാൽ അതാണ്. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ആക്ട് ഓഫ് ടെററിസം, വിക്ടിം ഇന്നസെന്റ് ആണ്, അൺഇൻവോൾവ് ആണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മൈൻഡ്ലെസ് കില്ലിംഗ് ആണ്. ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പറഞ്ഞാൽ കുറെ പേരെ കൊല്ലുന്നു, ഭീതി ഉണ്ടാക്കുന്നു. ആ സമൂഹത്തിൽ 10 പേരെ കൊല്ലുമ്പോൾ 10 ലക്ഷം പേരുടെ മനസ്സിൽ ഭീതി അവിടെ തന്നെ ഉണ്ടാവുകയാണ്. പിന്നെ ഒരു രാജ്യത്തിന്റെ കളക്റ്റീവ് മെമ്മറിയിലേക്ക് ഇത്തരം ഓർമ്മകൾ പോവുക. ഒരു കൈവെട്ടായാലും ഒരു ബോംബ് ബ്ലാസ്റ്റ് ആയാലും ഇത് കളക്റ്റീവ് മെമ്മറിയിലേക്ക് പോവുകയാണ്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഓരോ ജീവിതചര്യയും നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടും. നിങ്ങളുടെ ബ്രെയിൻ അത് ഏറ്റെടുത്തോളും. പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിരന്തരമായി അക്രമം നടത്തുന്ന അല്ലെങ്കിൽ ആക്ട് ഓഫ് ടെററിസം നടത്തുന്ന ഗ്രൂപ്പുകൾക്കെതിരെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മര്യാദക്കാരാവും. അത് മനുഷ്യൻ റിസ്ക് അവേഴ്സീവ് ആയിട്ടുള്ള ഒരു ആനിമൽ ആയതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മര്യാദക്കാരാവുന്നത്.